സംഭവമല്ല. അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഏറിയ നാൾ കഴിഞ്ഞ് റഷ്യയെ നീ സന്ദർശിക്കപ്പെടും. എവിടാ സന്ദർശന സ്ഥലം? വെള്ളറുടെയാണോ പാറശാലയാണോ? അല്ല, ഒരു സ്ഥലത്ത് നീ സന്ദർശിക്കപ്പെടാൻ പോതോ. വായിച്ചാട്ട് മോളെ അടുത്ത വാക്യം. വാളിന് ഒഴിഞ്ഞു പോകുന്നതും കൊച്ചി മട്ടാഞ്ചേരി മുതൽ ഇന്നത്തെ കത്തുന്ന മണിപ്പൂര്, അത് കഴിഞ്ഞിട്ട് മിസോറാം, അത് കഴിഞ്ഞിട്ട് ആസാം, ഇവിടുന്നല്ല ആഫ്രിക്കയിലെ നൈജീരിയ, കാനഡയിലെ ടൊറന്റോ, നയാഗ്ര ഫാൾസ്, എവിടെ കിടന്ന യഹൂദന്മാരെല്ലാം കോവിഡിന്റെ മറവിൽ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഒരു റഷ്യയെ നീ ഒടുക്കം ഒരു രാജ്യത്തിലേക്ക് വന്നു തരും. Now the starting point is Ukraine. The last final is coming at Israel. മെഗിദോ താഴ്വരയിലേക്ക് വായിച്ചാട്ട് മക്കളെ. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ 1948 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ച് മൂളിയും കിടന്ന പാഴും ശൂന്യവുമായ ഇസ്രായേൽ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെങ്കിൽ അവിടെ നീ വന്നു ചേര്. കരമുയർത്തിയാട്ട് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. സ്വോത്രം. ഇന്ന് ഇസ്രായേലിൽ ആർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? ആർക്കും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യ. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ BJP ഗവൺമെൻറ് എന്ന് ഭരണത്തിൽ വന്നു അന്നെല്ലാം ഇസ്രായേലിനെ ചേർത്ത് പിടിച്ചു. കാർഗിൽ യുദ്ധം കേട്ടവർ മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് വാജ്പേയി പാകിസ്ഥാനെ തലക്കടിച്ച തോക്ക ടൈമർ ടാർ 21. യെശയ്യാ പ്രവചനം എഴുതിയിട്ടുണ്ട്. തീക്കൊള്ളി പോലെ ഒരു ആയുധം നിന്റെ കയ്യിൽ തരും, അതുണ്ടാക്കുന്ന കൊല്ലനെയും തരും. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ഇരിക്കുന്നത് ഇസ്രായേലിൻ്റെ തോക്ക്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റൺവേയുടെ ലാൻഡിംഗ് മുഴുവൻ ഇസ്രായേലിൻ്റെ. ചാക്കയിൽ ബ്രഹ്മോസ് പ്ലാന്റ് മുഴുവൻ ഇസ്രായേലിൻ്റെ. ആധാറിൻ്റെ ടെക്നോളജി ആദ്യമായി കൊടുക്കുമ്പോൾ കൈവെക്കുമ്പോൾ എടുത്തത് ഇസ്രായേലിൻ്റെ. ഇന്നത്തെ ഏറ്റവും വലിയ യഹൂദന്റെ പണക്കാരനായ എലോൺ മസ്ക്, അദ്ദേഹം ഈ ദിവസങ്ങളിൽ മോഡി സാർ ഒരു പുറം രാജ്യത്ത് ഫ്രാൻസിൽ ചോദിപ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാറ് 150 കോടി ജനത്തിന് ഞാൻ ചിപ്പ് വെച്ച് തരാം, എന്നെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കൂ. സ്റ്റാർലിങ്ക് നാളെ പറഞ്ഞു തരാം. ഇതെല്ലാം അന്ത്യഗാനങ്ങൾ. യഹൂദനില്ല കാര്യമല്ലോ. മണിപ്പൂരിൻ്റെ പ്രശ്നത്തിൽ ഇപ്പം മോഡി സാർ കുലുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു യഹൂദനും 2 ജൂത പുരോഹിതന്മാർക്ക് ഈക്വലായ മെസാനിക്ക് മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞു ഇന്ത്യ ആയിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കേണ്ടി വരും. വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുക. അമേരിക്കയും പോവുക. ഇതൊരു വല്ലാത്ത വിഷയമായി ഇന്ത്യയെ മാറ്റിക്കളയും. മണിപ്പൂർ സാധാരണ സംഭവമല്ല. ഇതെല്ലാം അന്ത്യകാലങ്ങൾ. വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടുമായി ഒരു ദേശത്തെ കൊടുക്കാൻ നീ വന്നു ചേരും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. എന്തിനു വേണ്ടി? ആ യുദ്ധമാ 3-ാം ലോക മഹായുദ്ധം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പഞ്ചാങ്കുടിയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകം 2 ചേരിയിലേക്ക് പോകുന്നു. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ചേരി, അതുപോലെ തന്നെ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ചേരി. വായിക്കാം റഷ്യയുടെ കൂടെ ഏത് ചേരികാണ്. എസെക്കിയേൽ പ്രവചന 38-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എസെക്കിയേൽ 38-5-6 വാക്യങ്ങൾ. റഷ്യയുടെ കൂടെ ആരൊക്കെ കാണും? ലോകം 2 ചേരിയിൽ അന്തിമ യുദ്ധത്തിന്റെ ചാലുകൾ. വായിക്കാം. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികളാ 2 രാജ്യം, അഫ്ഗാനിസ്ഥാനും ഇറാനും ഇന്ന് റഷ്യയുടെ കൂടെ കൈ കൊടുക്കുന്നു. അടുത്തത് കൂശ്യർ എന്ന് പറയുന്ന എത്യോപ്യ രാജ്യം. അടുത്തത് ലിബിയ രാജ്യം. അടുത്തത് ഗോമേര ഇന്നത്തെ ജർമ്മനി. യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഒരു ചടുത്തം ചാടും. യൂറോപ്യൻ യൂണിയൻ 12 രാഷ്ട്രങ്ങളാണ്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. അതിൽ നിന്ന് 2 എണ്ണം പോവും. ഒന്ന് ബ്രിട്ടൻ, അടുത്തത് ജർമ്മനി. ഗോമേരും ചാടിയാൽ വരാൻ പോകുന്നു 10 കൊമ്പ് ആന്റി ക്രൈസ്റ്റ്. ഇതെല്ലാം അന്തിമ ദിനമാ. ബൈബിളിന്റെ പ്രവചനം നിവർത്തിയാകുന്നു. ഗോമേർ ജർമ്മനി മറുകണ്ട ചാടും. അടുത്തത് അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും. അർത്ഥം ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ആരുടെ കൈക്കീഴിൽ വരുന്നു? റഷ്യയുടെ കീഴിൽ വരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ചെറുപ്പക്കാർ കാണും, പലരും ഗൾഫിൽ പോയവർ കാണും. ഇസ്ലാം സമൂഹം 2: സുന്നി, ഷിയ, മുസ്ലിം. ഇറാനുമായിട്ട് സൗദി അറേബ്യക്കോ യാതൊരു രാഷ്ട്രങ്ങൾക്കോ ബന്ധമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ ലോക ചരിത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യ ഇറാനുമായിട്ട് കരം വെച്ച് കഴിഞ്ഞു. 2 പേര് എംബസി ഓപ്പൺ ആക്കി കഴിഞ്ഞു. അർത്ഥം റഷ്യയും ചൈനയുടെ നേതൃത്വത്തിൽ തെക്കൻ കൊറിയയുടെ
അവസാന കയ്യൊപ്പോട് 2 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ ഇറാനും പറഞ്ഞു, ഇനി നമുക്ക് കലഹം വേണ്ട, പൊതു ശത്രുവിനെ നേരിടാൻ ഒന്നിക്കാം. സൗദി ഇറാൻ അന്തിമ ദിനമായത് മനസ്സിലാക്കിക്കോണം. നമുക്ക് ഇതൊന്നും കണ്ടിട്ട് സന്തോഷമില്ലല്ലോ. സ്വോത്രം, നമ്മളിവിടെ വാട്സപ്പും ചാറ്റ് ചെയ്ത് കറുത്തമുത്തും ചന്ദനമഴയും കണ്ട് അൽവകാമും കുഴിമന്തിയും തിന്നുകൊണ്ടിരിക്കുക പഞ്ചാംകുഴിക്കാർ. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം, ഇതിൽ നല്ല വ്യക്തികളായിരുന്നു കുവൈറ്റുകാർ. ഇഷ്ടം പോലെ എണ്ണ, കാശ്, നല്ല ശമ്പളം നേഴ്സുമാർക്ക്. അവിടുത്തെ അറബികൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഓരോ ദിവസവും വഴിയെ പോകുന്നവൻ്റെ തലേ പെപ്സി കുപ്പി എറിയുന്നതാണ് കുവൈറ്റ് ചെയ്ത്. ഒറ്റ രാത്രി സദാം ഹുസൈൻ ഒരു കയറ്റം കയറി. 4-ാം പക്കം കുവൈറ്റിലെ കോടിക്കണക്കിന് ഡോളർ അമേരിക്കയിൽ കിടക്കുന്ന അറബികൾ മരുഭൂമിയിൽ നിന്ന് ഒരു നേരത്തെ ബ്രെഡിനും ഒരു നേരത്തെ വെള്ളത്തിനും വേണ്ടി. അതുകൊണ്ട് ഇന്ന് രാത്രി പഞ്ചാംകുടി ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയഴിയും. ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകുമെങ്കിൽ സമയത്തിലും അസമയത്തിലും നാഥൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കോണം. ലോക സംഭവങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ വരവിനെ കാണിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവനോട് ചേർന്ന് വേറൊരുത്തനുണ്ട്. അടുത്ത വായിച്ചാട്ടെ. തോകർമാഗ്രഹം. ആരാ തോകർമാഗ്രഹം? ഇന്നത്തെ ഒരുത്തനുണ്ട് തുർക്കി. ആ പ്രസിഡന്റിന്റെ പേരാ തൊയ്ബർ ദോഗൻ. അവനാ വന്നുടനെ ഒരു ദേവാലയം പിടിച്ചു. ഹാഗിയ സോഫിയ എല്ലാ പെന്തിക്കോസുകാരും കണ്ടു. 400-ൽ പരം വർഷമുള്ള ഓർത്തഡോക്സിന്റെ പള്ളി അവൻ പിടിച്ചുകൊണ്ടുപോയി. 2ാമത്തെ പള്ളി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് തുർക്കി ഭൂകമ്പം വന്നത്. അവനാണ് അറബ് ലോകത്തിന്റെ നേതാവ്. ആരാ? യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. അതുപോലെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴിയൊരുക്കാൻ വന്നവനാ ഇന്നത്തെ തുർക്കിയിലെ പ്രസിഡന്റ് തൊയ്ബർ ദോഗൻ. ആരാ? 1-ാം ചേരിയിൽ റഷ്യ, ചൈന, കൊറിയ, സൗദി അറേബ്യ, ഇറാൻ, അത് കഴിഞ്ഞ് ലിബിയ, എത്യോപ്യ. കർമാഗ്രഹം. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ആരുടെ നേരെ എഴുന്നേറ്റ് വരാൻ പോകുന്നു? ഇസ്രയേലിന് നേരെ എഴുന്നേറ്റ് വരാൻ പോകുന്നു. കോവിഡ് സാധാരണ സംഭവമല്ല. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പി, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഇന്ന് രാത്രിയും ഇസ്രയേലിൻ്റെ വിഷയത്തിൽ ഒരു അന്തിമ ദിനങ്ങളിലേക്ക്. അങ്ങനെയെങ്കിൽ ഒരു കൂട്ടം ഇവരുടെ നേരെ നിൽക്കും. അപ്പോൾ ഇസ്രയേലിന് കൂടെ ആരൊക്കെ ഉണ്ട് മനസ്സിലാക്കണം. അന്ത്യകാലവും ബൈബിള്. ഇസ്രയേലിന് കൂടെ ആരൊക്കെ ഉണ്ട്? എസെക്കിയേൽ പ്രവചനം 38:13 വായിക്കാം. ഇസ്രയേലിന്റെ കൂടെ ആര് നിൽക്കോ? വായിക്കാട്ടെ. ശെബ, ഇന്നത്തെ യമൻ രാജ്യം, സൗദിയോട് ചേർന്ന് കിടക്കുന്ന ശെബ. അതാ ഇന്നത്തെ ഹൂത്തി വിമതർ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനി അരംകോ, സൗദി അറേബ്യയിൽ. ആ അരംകോയ്ക്കെതിരെ ഹൂത്തി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇറാഖ് കുവൈറ്റിനെ ഒതുക്കിയപ്പോൾ ഇറാഖിനെ പിടിച്ചതുപോലെ ഈ അമേരിക്ക ഈ യമനെ കയ്യിലാക്കും. അതാ കൂശ്യർ, ഈ ശബ. അടുത്തത് വായിച്ചാട്ടെ. ദദാൻ, ഏഡൻ രാജ്യം. യമനോട് ചേർന്ന ഏഡൻ. ഏഡൻ കഴിഞ്ഞാൽ ഈജിപ്റ്റ്, ഈജിപ്റ്റ് കഴിഞ്ഞാൽ ഇസ്രയേൽ. നാളെ പറഞ്ഞുതരാം ചൈനയുടെ സിൽക്ക് പാതയായത്. 1 സൗദി, 2 യമൻ, യമൻ കഴിഞ്ഞാൽ ഏഡൻ, ഏഡൻ കഴിഞ്ഞാൽ ഈജിപ്റ്റ്, ഈജിപ്റ്റ് കഴിഞ്ഞാൽ ഇസ്രായേൽ. നാളെ പറഞ്ഞുതരാം ചൈനയുടെ സിൽക്ക് പാത. തർശീഷ് വർത്തകങ്ങൾ, തർശീഷ് കപ്പലുകൾ. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 4 രാഷ്ട്രങ്ങൾ. ഇന്ന് ഉക്രൈന് സൈഡ്. 1 അമേരിക്ക, 2 കാനഡ, 3 ഓസ്ട്രേലിയ, 4 ഗ്രേറ്റ് ബ്രിട്ടൻ. ഇവർ ഇത്രയും പേരാ ഇന്ന് ഉക്രൈന് സൈഡെങ്കിൽ അതേ രാഷ്ട്രങ്ങൾ ഇസ്രയേലിന് സൈഡ് കൊടുക്കുന്ന ഒരു കാലമാ അന്ത്യദിനത്തിൽ വരാൻ പോകുന്ന. അടുത്ത വാക്ക് അവനോട് കൂടെ. എൻ്റെ പ്രസംഗമാവുന്നതേ ഉള്ളൂ. അവനോട് കൂടെ. വായിച്ചാട്ടെ. ബാലസിംഹങ്ങൾ. സാമ്പത്തികമാന്തി ഇല്ലാത്ത 2 രാഷ്ട്രങ്ങൾ, ജപ്പാൻ, തൈവാൻ. ഇതെല്ലാം ഇന്ന് ആരുടെ കൂടെ നിൽക്കുന്നു? അമേരിക്കയോട് ചാന്ന് നിൽക്കുന്നു. അടുത്ത വാക്ക് നീ. റഷ്യേ, ഇതൊരു മതയുദ്ധമല്ല. നീ കൊള്ളയിടുവാനോ. അടുത്ത വാക്ക് കവർച്ച ചെയ്യുവാൻ. എന്താ? വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്ന ജാതീയ യുദ്ധമല്ല. സാമ്പത്തിക മണ്ഡലം തകരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാതാകുന്നു. അവിടുത്തെ പണക്കാരുടെ പൈസ ബാങ്കിൽ കിടക്കുക, എടുക്കാൻ വയ്യ. അങ്ങനെയെങ്കിൽ ഈ റഷ്യക്ക് രക്ഷപ്പെടണം. റഷ്യക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇസ്രയേലിനെ ആക്രമിക്കണം. കേട്ടോണം. ഇനിയുള്ള കാര്യങ്ങൾ പഞ്ചാംകുടിക്കാർ കേൾക്കണം. ലോകത്തിലെ 3 സമ്പത്തുകൾ ആരുടെ കയ്യിലാണ്? റഷ്യയുടെ കയ്യിലാണ്. 1 ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഭൂമിക്കടിയിൽ. ഖത്തർ എന്നാ പറയുന്നത്. തെറ്റ്.
മോശയെ കാണിച്ചൊരു മരുഭൂമിയുണ്ട്, നെഗോ മരുഭൂമി, ഈജിപ്തിൻ്റെ അതിർത്തിയിൽ. അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട് കൊല്ലങ്ങൾ പമ്പ് ചെയ്യാനുള്ള ഗ്യാസ്. 2, ഇന്നത്തെ ഇസ്രായേൽ സമ്പുഷ്ടം. ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങിയ ഒരു കടലുണ്ട്. ആ കടലിൻ്റെ പേര് ചാവുകടൽ. ചാവുകടലിനകത്ത് 4 ലവണങ്ങൾ കിടപ്പുണ്ട്. ധാതു ലവണം, തോറിയം, ലിഥിയം, യുറേനിയം, പ്രൊട്ടറ്റീനിയം. ഇത് ഇത്രയും കിട്ടിയാൽ റഷ്യയുടെ ആണവ പ്ലാന്റ് ചാർജാക്കാം. 3-ാമത്തെ കാര്യം, സൗദിയിലല്ല എണ്ണ, അമേരിക്കയിലല്ല എണ്ണ. ഏറ്റവും കൂടുതൽ എണ്ണ കിടക്കുന്നത് ഇസ്രായേലിൽ. ബൈബിളിലുണ്ടോ? ആവർത്തന പുസ്തകം 33:24 ബൈബിൾ എടുത്താട്ട് ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടുന്ന ഇസ്രായേൽ 2 എണ്ണക്കിണറെ കുടിച്ചിട്ടുള്ളൂ. ലെവ്യാഥാൻ, താമാർ 2 എണ്ണക്കിണറെ ഇപ്പോൾ ഇസ്രായേൽ കുടിച്ചിട്ടുള്ളൂ. ബാക്കി എണ്ണക്കിണർ കിടക്കുക. ആവർത്തനം 33:24 വായിക്കാം. ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ദാ കിടക്കുന്ന ആശേറിനെ കുറിച്ച് വന്ന്. ആശേർ ആരാന്നറിയാവോ? യേശുവിൻ്റെ അമ്മച്ചി മറിയാമ്മച്ചിയുടെ ഗോത്രമാണ് ആശേർ ഗോത്രം. ഇടയ്ക്ക് മറിയാമ്മച്ചിയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ എലിസബത്ത് അമ്മാമ്മയും ഇവർ 2 പേരും കസിൻസ് ആയിരുന്നു. അന്നൊരു സംഭവം നടന്ന് നിങ്ങൾക്കറിയാം. മറിയയുടെ ഉള്ളത്തിൽ ഒരു കുഞ്ഞുണ്ട്, ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന സന്തതി. അടുത്തതാരാ? എലിസബത്തിൻ്റെ ഉള്ളിൽ ഒരെണ്ണമുണ്ട്, സ്നാപക യോഹന്നാൻ. ഇവർ 2 പേരും കൈ കൊടുത്തപ്പോൾ പിള്ള ഉള്ളത്തിൽ തുള്ളി. ഒറ്റ ഗോത്രക്കാർ, ആശേർ ഗോത്രം. ആശേറിനെ കുറിച്ചുള്ള പ്രവചനം എണ്ണ അരംഗോയിലല്ല, അമേരിക്കയിലല്ല. എവിടെ കിടക്കുന്ന? അടുത്ത വായിച്ചാട്ടെ, വായിച്ചോ. ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത്. അടുത്ത വാക്ക്, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അടുത്ത വാക്ക്, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. ഇതാ പ്രസംഗം, അവന്റെ കാൽ എണ്ണയിൽ മുങ്ങട്ടെ. ഇന്ന് രാത്രി പഞ്ചാങ്കുടിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേലിന്റെ വടക്കേറ്റമാ യാഫ ഗേറ്റ്, അവിടെ ഹൈഫ എന്ന് പറയുന്ന സ്ഥലത്ത് കടലിനകത്ത് 100 കണക്കിന് എണ്ണ ശേഖരമുണ്ട്. ഇത് റഷ്യക്ക് അറിയാം. ഇതുവരെ ഇസ്രയേൽ 2 എണ്ണക്കിണറെ കുടിച്ചോളൂ. പേരുമിട്ട് ലെവ്യാഥാനും താമാർ ഇനി കിടക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് തകരുന്ന ഈ റഷ്യക്ക് 3 കാര്യം കിട്ടിയാൽ സന്തോഷമാകത്തില്ലേ? അമ്പൂരിയിലെ തോമാച്ചൻ 1 റബ്ബർ, 2 ഇഞ്ചി, 3 കുരുമുളക്. സ്വത്രം. റബ്ബറിൻ്റെ വില പോയാൽ ഇഞ്ചി പിടിക്കാം, ഇഞ്ചിയുടെ വില പോയാൽ കുരുമുളക് പിടിക്കാം. അതുപോലെ ഈ റഷ്യ അന്ത്യദിനങ്ങളിൽ 1 എണ്ണ, 2 നാച്ചുറൽ ഗ്യാസ്, 3 ആണവായുധത്തിനുള്ള ധാതു ലവണങ്ങൾ. ഇത് കിട്ടുവാൻ വേണ്ടി ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. അറബ് രാജ്യങ്ങൾ മുഴുവൻ അവന് സപ്പോർട്ട് ചെയ്യും. ഈ അടി എവിടെ തുടങ്ങിയതാ? അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. ആരൊക്കെയാ? ഇസഹാക്കും ഇസ്മായേലും. 2-ാമത്തെ അടി ആര് തുടങ്ങി? ഏശാവും യാക്കോബ്. ഒരു സെമി ഫൈനൽ നടന്നു. അതാ ഏലാ താഴ്വരയിൽ ദാവീദും ഗോലിയാത്തും. അങ്ങനെയെങ്കിൽ ഈ ഫൈനലായിട്ട് ഒരു അടി നടക്കാൻ പോകുന്നു. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാൻ ഭാരമുള്ളൊരു കല്ലായി വെക്കും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ആ യുദ്ധത്തിന്റെ പേരാ 3-ാം ലോകമഹായുദ്ധം. ഇന്ന് രാത്രി പഞ്ചാങ്കുഴിയെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ വെച്ച് ഗേറ്റടയും. നമ്മുടെ കോൺസുലേറ്റുകൾ ഇസ്ലാമാബാദിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുതരും. ന്യൂഡൽഹിയിൽ നിന്ന് പാകിസ്ഥാൻ കോൺസുലേറ്റുകൾ അങ്ങോട്ട് കൊടുക്കും. ഒരു കൈമാറ്റം നടക്കും, പതാക താഴ്ത്തും. ഇന്ന് രാത്രി ഒരന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൈമാറ്റം നടക്കാൻ പോകുന്നു. ആ കൈമാറ്റത്തിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. പഞ്ചാങ്കുഴിയെ പനച്ചുമൂടി. കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. ഞങ്ങളുടെ നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായില തളിർക്കുമ്പോൾ വേനലടുത്തു. ഇസ്രയേലിന്റെ വിഷയത്തിൽ ഒരന്തിമ യുദ്ധം ഇവിടെ തുടങ്ങാൻ കാലമായി. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാനായി. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട്
നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. 4 വാക്യങ്ങളുടെ പുറകെ വായിക്കും, അതിനുശേഷം അവസാനിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു സോളോ പാടും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കൺവെൻഷന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു കാണിക്കയെ സമയം കൊടുക്കാം. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. ആ സമയം സോളോ പാടും. അതിനുശേഷം 20 മിനിറ്റോടെ പ്രഭാഷണം. 9:30 നാം അവസാനിക്കും. പാട്ടുപാടി ആരും അതിൽ ചാടി പോകരുത്. നമുക്ക് 2 ദിവസമേ ഉള്ളൂ. മക്കൾ വന്നൊരു പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. സന്തോഷമുള്ളവർ കരങ്ങളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ജനം ആരുടെ നേരെ എത്തും? ഇസ്രയേൽ മക്കളുടെ നേരെ എത്തുമെങ്കിൽ അതിനാസ്പദമായി 2 കാര്യങ്ങൾ ഇപ്പോൾ നടക്കണം. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ രാഷ്ട്രം തകരണം. വായിക്കുന്നു യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. റഷ്യയ്ക്ക് നേരെ ഇസ്രയേൽ, അതുപോലെ തന്നെ ഇസ്രയേലിന് നേരെ റഷ്യ മുഖാമുഖം വരുന്ന ഒരു ദിവസം. യിരെമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിച്ചട്ടെ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രായേലേ, നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. അടുത്ത വാക്ക്, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. നീയോ ഞാൻ കേൾക്കുകയില്ലെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത്, എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അവിടെ നിൽക്കട്ടെ. വാക്യം വായിക്കണം. അർത്ഥം, വാക്കനുസരിക്കത്തില്ല. അതവൻ്റെ പണ്ടേ ഉള്ള ശീലമല്ലേ. കഴുതെ അന്വേഷിച്ച് പോയ ശൗൽ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ടു പോയി. 2, കാട്ടിനകത്ത് കരമടിച്ച ദാവീദ് അവനെ ഇസ്രയേലിൻ്റെ മധുരഗായകനായി പിന്നത്തതിൽ രാജാവാക്കി. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ടവൻ പോയില്ലേ. 3-ാമത്തെ ഒരുവൻ ബിലയാം, ബാലാക്കിൻ്റെ കൊട്ടാരത്തിലെ മോഹക്കാഴ്ച കണ്ട് പ്രവാചകൻ തെറ്റിപ്പോയി. എത്ര അവസരം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. എന്താ അവസരം കൊടുത്തത്? 1, ഈ കഴുത റൂട്ട് മാറി. 2, അവൻ്റെ കാൽ ചെന്ന് ഭിത്തിയുടെ നേരെ ഉരഞ്ഞ് രക്തം കണ്ടു. 3, കഴുത കടന്നു. കയ്യിലിരുന്ന വടിയെടുത്താ കഴുത അടിച്ചത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം കഴുതയെ കൊണ്ട് സംസാരിച്ചു. ആരെ മാനസാന്തരപ്പെടുത്താനാ? വിശ്വാസിയല്ല, പ്രവാചകനെ മാനസാന്തരപ്പെടുത്താൻ. ഇതാ ഇസ്രായേലിൻ്റെ കുഴപ്പം. ബാല്യം മുതൽ നീ അനുസരിക്കാത്തവനായിരുന്നു. അടുത്ത വാക്ക്, ഇനി അടുത്തത്, നിന്റെ സ്നേഹിതർ. വായിച്ചാട്ടെ കുഞ്ഞേ. നിന്നെ മേയിക്കുന്നവരെയൊക്കെയും, നിന്നെ മേയിക്കുന്നവരെ ഒക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. അതിന്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. ഇന്നത്തെ സകല രാഷ്ട്രങ്ങൾ സാമ്പത്തിക മാന്ദ്യം. ഇവിടുന്ന് പിള്ളേരെല്ലാം കൂടെ UK പോയിരിക്കുക ഏതാണ്ട് നേടാനായിട്ട്. നേഴ്സുമാരും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. റഷീ സുനക് വന്ന് ഇപ്പം എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് പുള്ളിയെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അത് 2-ാമത്തെ കാര്യം. അമേരിക്ക, ഞാൻ ദയവ് ചെയ്ത് പറയുക, പെൺപിള്ളാരെങ്കിലും അവിടോട്ട് കെട്ടിച്ചു വിടല്ലേ. പ്രായം ചെന്ന ആൾക്കാർക്ക് ഇച്ചിരി പെൻഷൻ കിട്ടി അവിടെ ജീവിക്കുക. അമേരിക്കയുടെ കാര്യം കട്ടപ്പോകുകയാണ്. സ്വോത്രം. അവിടെ തീർന്നിരിക്കും, ഒരു രക്ഷയില്ല. അതുകൊണ്ട് നിന്റെ സ്നേഹിതന്മാർ കൊടുങ്കാറ്റ്. 3-ാമത്തത് ഇനിയുള്ളത് ബ്രിട്ടൻ, അത് കഴിഞ്ഞിട്ട് അമേരിക്ക, കാനഡയും ഒരു പരുവത്തിൽ പോവുക. എനിക്കറിയത്തില്ല എപ്പോൾ വീഴുമെന്ന്. പിന്നെ ആകെ ഇപ്പോൾ കൊള്ളാവുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്, ആർക്കും 10 കാശ് ഉണ്ടാക്കാം. ഓസ്ട്രേലിയ. ചായ എനിക്ക് മേടിച്ചു തരണം, ബാക്കി എല്ലാം പ്രശ്നത്തില്ല. സ്വോത്രം. നിന്റെ സ്നേഹിതന്മാർ കൊടുങ്കാറ്റ് മേയിക്കും. സ്വോത്രം. അതിൻ്റെ അർത്ഥം സാമ്പത്തിക മാന്ദ്യം. അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടുന്നു. ഈ അടുത്ത തന്നെ സിലിക്കൺ ബാങ്ക്, അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ ബാങ്ക്. എത്ര ബാങ്ക് അമേരിക്ക പൊട്ടിക്കൊണ്ടിരിക്കുന്നു. സ്വോത്രം. ഇന്ന് ഇസ്രയേലിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരാക്രമണം ഉണ്ടാകരുത്. ബൈബിൾ എത്ര ക്ലിയർ. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകും. അടുത്ത വാക്കോടെ വായിച്ചിട്ട് മോളെ. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. പ്രവാസം. എന്താ പ്രവാസം? പറഞ്ഞുതരാം. ഇന്ന് ഇസ്രയേലിനെ ലോകരാഷ്ട്രങ്ങൾ ആക്രമിക്കാതിരിക്കുന്നത് അമേരിക്ക വാതൊക്കെ നിൽക്കുന്നുണ്ട്. പനച്ചുമൂട്ടിന്ന് 3 ചെറുപ്പക്കാർ ബാലരാമപുരത്ത് പോയി. എന്നിട്ട് അവിടെ 2 വെട്ടും 4 കുത്തും നടത്തി. ഇവിടുന്ന് അവർ തിരിച്ച് നേരെ പോരുന്നു. അപ്പോൾ ബാലരാമപുരത്തുള്ള ചെറുപ്പക്കാർ ഈ പനച്ചുമൂടിലെ വീട് അന്വേഷിച്ച് വരിക, അവന്മാരെ കൈകാര്യം ചെയ്യുക. നാടൻ ഭാഷ. പനച്ചുമൂട്ടി ഈ ചെറുപ്പക്കാരുടെ വീട് കണ്ടുപിടിച്ചപ്പോഴാണ് വലിയ കഷ്ടം. വീട്ടിൻ്റെ വാതൊക്കെ ഈ പിള്ളേരപ്പം 3 വടിവാളുമായിട്ടിരിക്കുക. സ്വോത്രം.
ഉടനെ അമ്മമാർ പറഞ്ഞു, പിള്ളേരെ ഒരു പരുവത്തിയൊക്കെ ഈ അപ്പനെ എങ്ങനെ ശരിയാക്കാൻ പറ്റും? അതുകൊണ്ട് അവർ ബാലരാമപുരത്തേക്ക് തിരിച്ചുപോയി. അതുപോലെ ഇന്ന് ഇസ്രയേലിന് ലോകരാജ്യങ്ങൾ ആക്രമിക്കാതിരിക്കുന്നത് അമേരിക്ക കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. സാമ്പത്തിക മാന്ദ്യം വരുന്ന അമേരിക്ക പ്രവാസത്തിലേക്ക് പോകും. ഒരു 10 പൈസയുടെ സഹായം കൊടുക്കത്തില്ല. സ്വോത്രം. പ്രവാസം എത്ര നല്ല വേട. പരച്ചുമൂട്ടിലെ ചെറുപ്പക്കാരെ സൗദി അറേബ്യ ജോലിയായിരുന്നു. അവൻ കെട്ടും പടം എടുത്ത് തിരിച്ച് പരച്ചുമൂട്ടി വന്ന് 3 കാര്യം. ഒരാട്ടോ എടുത്തു, പ്രവാസി ആട്ടോ. അടുത്ത ഒരു തട്ടുകട തുടങ്ങി, പ്രവാസി തട്ടുകട. അടുത്ത ഒരു പച്ചക്കറി, പ്രവാസി പച്ചക്കറി കട. കേട്ടവർക്കായി സ്വോത്രം. കണ്ടു. അതുപോലെ ഇന്ന് ഇസ്രയേലിന് സൈഡ് കൊടുക്കുന്ന സകല രാഷ്ട്രങ്ങളും അവനെ വിട്ടുപോകും. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകുക. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഭരണാധികാരി, സകലരെയും വെല്ലുവിളിക്കുന്ന ഭരണാധികാരി നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. നിന്റെ സകല ദുഷ്ടതയും നിമിത്തം വായിച്ചാട്ടെ. ലജ്ജിച്ച് അമ്പരന്ന് പോകും. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഇസ്രയേൽ ലജ്ജിച്ചു പോകും. അതാ കോവിഡ് കാല സാമ്പത്തിക മാന്ദ്യം. രണ്ടാമത്തെ സംഭവം. ഇനി അടുത്തത് മനസ്സിലാക്കണം. ഇനി അറബ് രാജ്യങ്ങൾ മുഴുവൻ ആർക്കെതിരെ തിരിയും? ഇസ്രയേലിനെതിരെ തിരിയും. അതാ ഇന്നത്തെ പത്രവാർത്തകൾ. 2 രാജ്യങ്ങൾ ഇന്ന് രാത്രി പഞ്ചാകുഴിയിൽ നിങ്ങൾ കൺവെൻഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 2 രാജ്യങ്ങളെ അവൻ തീർത്തുകൊണ്ടിരിക്കുക. അതിലൊന്ന് സിറിയ, 2 ലബനോൻ. അറബ് ലീഗ് എഴുന്നേക്കാൻ പോവുക. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അന്ത്യദിനങ്ങൾ. അറബ് ലീഗ് മുഴുവൻ ആർക്കെതിരെ ഇസ്രയേലിന് നേരെ എഴുന്നേറ്റ് വരും. യെശയ്യാ പ്രവചനം 17-1-2 വാക്യങ്ങൾ വായിച്ചട്ടെ. ഡമാസ്കസ്, സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്. ഡമാസ്കസിനെ കുറിച്ചുള്ള പ്രവചനം. അടുത്തത്. ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. ഇനി നിങ്ങൾ പഴച്ചിമൂട്ടിലും പഞ്ചാങ്കുടിയിലും വാർത്ത കാണുന്നത് ഇസ്രയേൽ സിറിയയുടെ മണ്ടക്കിട്ട് അടിക്കും. അടുത്തത് ലബനോൻ. ഒരുപക്ഷെ നാളെ പത്രത്തിൽ വരുന്ന വാർത്തയായിരിക്കും ഇന്ന് പ്രസംഗിക്കുന്നത്. വായിക്കാം. അടുത്തത് അരോവർ. വായിച്ചിട്ട് മോളെ. സിറിയ ശൂന്യ കൂമ്പാരമാകും. സിറിയനെ അടിക്കും. അറബ് രാജ്യങ്ങൾ എഴുന്നേക്കും, ഇസ്ലാമിക രാജ്യങ്ങൾ. അടുത്തത് അരോവർ. ഇന്നത്തെ ലബനോൻ. ഹിസ്ബുള്ളയുടെ ഈ 2 രാഷ്ട്രങ്ങളെ ഇന്ന് രാത്രി ഇസ്രയേൽ അടിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറയണം, ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. കരമുയരുന്നില്ലല്ലോ. നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തി ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം കോവിഡിൽ ഉണ്ടാകുമെങ്കിൽ അതിൻ്റെ അന്ത്യത്തിന് മുമ്പിൽ ഈ ലോകത്തിൻ്റെ അസ്തമനത്തിലേക്ക് വരുന്ന ദിനങ്ങൾ അടുത്തായിരിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് തൻ്റെ കാന്തയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നിങ്ങളുടെ കരങ്ങൾ ഉയരുന്നില്ലല്ലോ. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിൻ്റെ പേര് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. എല്ലാ കൺവെൻഷൻ ഞാൻ പറയും, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ അണ്ണാച്ചി കടയിൽ കയറി പരിപ്പുവടയും ചായയും കഴിക്കാം. എന്നാൽ മറ്റൊരു ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടും. ആ ടിക്കറ്റിന്റെ പേര് പ്ലാറ്റ്ഫോം അല്ല, സ്ലീപ്പർ അല്ലെങ്കിൽ AC ടിക്കറ്റ്. ആ ടിക്കറ്റിനകത്ത് എഴുതും കമ്പാർട്ട്മെന്റ് S3 സീറ്റ് നമ്പർ 20. ട്രെയിൻ വരുന്നതിന് മുമ്പ് പെൺകുട്ടി പറയൂ, ട്രെയിൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവന് കയറാൻ പറ്റത്തില്ല. എന്നാൽ അകത്ത് കയറാൻ ടിക്കറ്റ് എടുത്തവൻ ചാടി അകത്ത് കയറുന്നത് പോലെ രക്ഷയുടെ പെട്ടകത്തിന്റെ വാതിലുകൾ അടയാറായി പനച്ചുമൂടി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ വഴിയരികെ പട്ടുപോകും. രക്ഷയുടെ ടിക്കറ്റ് എടുത്തവരെ ചേർക്കാൻ യേശു വരാറായി. ഇന്ന് രാത്രി ഞങ്ങൾ ഒരു നല്ല കർത്താവിനെ പരിചയപ്പെടുത്തുന്നു. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ പഴയ നിയമ ന്യായപ്രമാണ ഏടുകൾ കൊടുക്കുന്നത്, ഒരു വീട്ടിനകത്തൊരു പൈതൽ പാപം ചെയ്താൽ അവനെ പാളയത്തിനകത്ത് കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാ. തീർന്നില്ല. ഒരു പെൺകുട്ടി പാളയത്തിനകത്ത് പാപം ചെയ്താൽ അവളെ കല്ലെറിയുക മാത്രമല്ല, അവളെ തീ വെച്ച് കൊല്ലണം. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം. എന്നാൽ പുതിയ നിയമത്തിൽ ഞങ്ങൾ ഒരു കർത്താവിനെ പരിചയപ്പെടുത്തുന്നു. ആരാ? നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ആ നല്ല താതൻ. കണ്ടു, ഒരപ്പന് നല്ലൊരു മകനുണ്ടായിരുന്നു. അവനെ ബൈബിൾ വിളിക്കുന്നു ധൂർത്തപുത്രൻ. ആ ധൂർത്തപുത്രന് സമ്പത്തുമായി യാത്രയായ ധൂർത്തപുത്രൻ. അവൻ്റെ സമ്പത്തുള്ളപ്പോൾ ധനമുള്ളപ്പോൾ അനവധി പേരുണ്ടായിരുന്നു. പക്ഷേ
ധനം നഷ്ടപ്പെട്ടു. പന്നിയുടെ കൂട്ടത്തിൽ വാളവരെ തിന്ന് കിടന്നപ്പോൾ അവൻ അപ്പൻ്റെ വീട്ടിനെ പറ്റി സുബോധം തോന്നി. അവൻ യാത്രയായി. അപ്പനോട് ചെന്നൊരു കാര്യമുണ്ട്. അപ്പാ, നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിപ്പാൻ യോഗ്യനല്ല. പഴയ നിയമമെങ്കിൽ ആ പൈതലിനെ പാളയത്തിനകത്ത് കല്ലെറിഞ്ഞു കൊന്നേന്. എന്നാൽ പുതിയ നിയമത്തിലെ അപ്പച്ചൻ അവനെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു, ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, എനിക്ക് മടക്കി തന്നു. ആ പ്രമാണമായി ഇന്ന് രാത്രി പനച്ചുമൂട്ടിൽ ഞങ്ങൾ ഉയർത്തുന്നത് അതിൻ്റെ പേര് കൃപയുടെ പ്രമാണം. വചനം ഏറ്റെടുക്കുന്നവർക്കാ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ മുൻപിലേക്ക് പട്ടണം മുഴുവൻ വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സഹോദരിയെ കൊണ്ടുവന്നു. അവളെ പരീശന്മാർ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. മോശയുടെ ന്യായപ്രമാണം നിവർത്തി വെച്ചു. അവളെ പാളയത്തിനകത്ത് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ, തീ പറ്റിക്കുവാൻ ചോദിച്ചു. യേശു നിലത്തുകൊണ്ട് അവിടെ നിന്നവരെ മുഴുവൻ പേരെഴുതി. അവരെല്ലാം സ്ഥലം കാലിയാക്കി. പാവപ്പെട്ട പെങ്കൊച്ചുണ്ട്. യേശു അവളെ കല്ലെറിയാനല്ല പറഞ്ഞ്, ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ഇനിമേൽ നീ പാപം ചെയ്യരുത്. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിച്ച് മാറോട് ചേർക്കുന്ന കൃപയുടെ പ്രമാണം ഇന്ന് വൈകിട്ട് ഞങ്ങൾ സായം സന്ധ്യയിൽ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ, ഈ പനച്ചൻകുഴിയിലോ പഞ്ചാങ്കുഴിയിലോ താങ്കൾ ഒരു മദ്യപാനിയാണോ, കുടുംബജീവിതത്തിൽ തകർന്നതാണോ, നാളെ പറ്റിയുള്ള ഭാവിയാണോ, ഡോണ്ട് നീഡ് ബാക്ക് ഹിസ്റ്ററി. താങ്കളുടെ ബാക്ക് ഹിസ്റ്ററി ഞങ്ങൾക്ക് വേണ്ട. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് പരമയാഗമായ യേശുവിങ്കലേക്ക് ഇന്ന് രാത്രി കരമുയർത്തുമെങ്കിൽ, മുടിയൻ പുത്രനെ മാറോടണച്ച കർത്താവിൻ്റെ കരം ഇന്ന് രാത്രി നിന്നെ തേടി വരും. ഇല്ല, പാപിനിയായ സ്ത്രീയെ ചേർത്ത് പിടിക്കുവാൻ കാണിച്ച കാൽവറിയിലെ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാലം ഇനി അധികമില്ല. കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ മുടങ്ങാൻ കാലമായി. ഇന്ന് രാത്രി ഇസ്രായേലിനെ ആര് സംരക്ഷിക്കുന്നു? അതിൻ്റെ പേര് അയൺ ഡോം. ഇതെങ്കിലും ചെറുപ്പക്കാർ കേൾക്കണം, പഠിക്കുന്നവർ. എന്താ അയൺ ഡോം? ഇസ്രായേൽ അമേരിക്ക സംവിധാന ജോയിൻറ്റ് വെഞ്ചർ. അയൺ ഡോം $3.5 ലക്ഷം, അഥവാ $35 ലക്ഷം മറ്റാണ്. 3.5 കോടിയാ ഒരു അയൺ ഡോമിൻ്റെ വില. അർത്ഥം, ഏത് രാജ്യത്ത് നിന്ന് മിസൈൽ വന്നാലും അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തും അയൺ ഡോം. പറയാം, അയൺ ഡോമിൻ്റെ 5 കാര്യം. 1, ഇലക്ട്രാ റഡാർ. 2, BMC ബാറ്റിൽ മാനേജ്മെൻറ്റ് കമ്പോണൻറ്റ് സിസ്റ്റം. ബൈബിളിലേക്ക് വരിക. ഇന്ന് ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? അതിനുശേഷം 3, അതിനകത്ത് വേറൊരു സംവിധാനമുണ്ട്. 1, ഇലക്ട്രാ റഡാർ, 2, BMC, 3, ബാറ്റിൽ, 4, മിസൈൽ ലോഞ്ച് സിസ്റ്റം, അടുത്തത് റേഡിയോ